ഹലോ ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പോയാണ്. AC കൊമേഴ്സ് പേപ്പർ ആയിട്ടുള്ള പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയമാണ് എക്സ്പ്രസ് പറയുന്ന സ്റ്റീഫൻ സ്പെൻഡർ എഴുതിയിട്ടുള്ള ഈ ഒരു പോയം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ പോയം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പോയത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ PDF ഞാൻ എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇൻ ദിസ് പോയം, നമ്മൾ ഈ പോയത്തിലേക്ക് കടക്കുമ്പോൾ സ്റ്റീഫൻ സ്പെൻഡർ എന്ന് പറയുന്ന റൈറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ട്രെയിനിനെ ഒരു ലേഡി ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ക്യൂൻ, ഷീ, ലേഡി എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പോയത്തിൽ ഈ ട്രെയിനിനെ നമ്മൾ സ്റ്റീഫൻ സ്പെൻഡർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പേഴ്സോണിഫിക്കേഷൻസും സിമിലിയും മെറ്റഫറും ഹ്യൂമൻ ക്വാളിറ്റീസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ട്രെയിനിന് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ് എഴുതിയിട്ടുള്ള ഒരു പോയം ആണിത്. അപ്പോൾ നമ്മൾ ഈ പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 20th സെഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, ഈ 20th സെഞ്ച്വറിയിലെ ടെക്നോളജിക്കൽ ഇമ്പാക്റ്റുകൾ വന്നിട്ടുള്ള ടെക്നോളജിക്കൽ അല്ലെങ്കിൽ പുതിയ തരം നൂതനമായ സാങ്കേതിക വിദ്യകൾ, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കടന്നുവരവ്, ഇതൊക്കെ നമുക്ക് ഈ ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പോയത്തിനെ അല്ലെങ്കിൽ ഈ ട്രെയിനിനെ ഈ പോയത്തിൽ കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. Stephen Spender's poem, The Express, is a celebration of the modern industrial world, particularly the image of a speeding train, which the poet uses as a symbol of progress, power, and dynamism, in contrasting and quiet stillness of the train at the station with its majestic, almost regal movement in once in motion. ഇപ്പോൾ സ്പെൻഡർ എന്താണ് ചെയ്തിട്ടുള്ളത്, ഈസ് യൂസിങ് ദ ട്രെയിൻ ആസ് എ ടൂൾ ടു സെലിബ്രേറ്റ് ദ മോഡേൺ ഇൻഡസ്ട്രിയൽ വേൾഡ്. നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോളജിക്കലി ആയാലും അതേപോലെ തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ആയിട്ട് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം വളർന്നു വന്നിട്ടുള്ള ഒരു ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ട്രെയിൻ എന്നുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള വസ്തുവിനെ എന്ത് ചെയ്തിട്ടുള്ളത് ഈ പോയത്തിൽ സ്റ്റീഫൻ സ്പെൻഡർ എടുത്തിട്ടുള്ളത്. ഒരു സ്പീഡിങ് ട്രെയിനിനെ, ആ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് ചലിക്കുന്നതിനനുസരിച്ച് എന്താണ് പുതിയ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ ഇമ്പാക്റ്റുകളൊക്കെ ലോകത്ത്, ടെക്നോളജിക്കൽ ഇമ്പാക്റ്റുകളൊക്കെ ലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പ്രോഗ്രസ്, പവർ ആൻഡ് ഡൈനാമിസം. അതേപോലെ തന്നെ ഈ ട്രെയിൻ എന്താണ് നമ്മുടെ മോഡേൺ വേൾഡിൻ്റെ സിമ്പിളായിട്ടും ടെക്നോളജിക്കൽ ഇമ്പാക്റ്റുകളുടെ സിമ്പിളായിട്ടും പ്രോഗ്രസ് ആയിട്ടും അതിൻ്റെ ഒരു പവർ കാണിക്കാനൊക്കെ ആയിട്ടാണ് പോയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആസ് ഇറ്റ് ഈസ് ഗ്രേസ്ഫുള്ളി glides through the landscapes and towns, leaving a trail of sound and steam in its wake. The poem is often interpreted as a response to the anxieties and uncertainties of the early 20th century. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ഇമ്പാക്റ്റുകൾ വന്നപ്പോൾ 20ാം നൂറ്റാണ്ടിൽ ആദ്യമായി ഇത്തരത്തിലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഉണ്ടായിരുന്ന ആൻസൈറ്റീസ്, ഇത് വിജയിക്കോ, ഇത് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടാവോ എന്നുള്ളൊക്കെ കൺസെപ്റ്റുകൾ പൊതുവെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള കുറേ ആൻസൈറ്റികൾ എന്തുണ്ടായി ആളുകൾക്ക് ഈ ഇത്തരത്തിലുള്ള മോഡേൺ വസ്തുക്കൾ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സോ അതിനൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റീഫൻ സ്പെൻഡർ ഈ ട്രെയിനിനെ ഒരു മോഡേൺ ടെക്നോളജിയുടെ സിമ്പിളാക്കിക്കൊണ്ട് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Where the train represents a force of change and innovation amidst a seemingly chaotic world. Chaotic means violence full world. അപ്പോൾ ഇത്തരത്തിൽ ഈ വയലൻസ് ആയിട്ടുള്ള ഒരു വേൾഡിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന, പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വസ്തുവായിട്ടാണ് ഇതിൽ ട്രെയിനിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് ടെക്നോളജിക്കൽ ഇമ്പാക്ട്സുമായിട്ട് കടന്നു വരുന്ന ഒരു നീളമുള്ള സാധനം, ഒരു ട്രെയിൻ. ഓക്കെ, അതിങ്ങനെ നടക്കുന്നതിനനുസരിച്ച്, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്താണ് പുതിയ ടെക്നോളജീസ് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് പോയത്തിലേക്ക് പോവാം. The Express, poem by Stephen Spender. After the first powerful plane manifesto, the black statement of pistons, without more force, but gliding like a queen, she leaves the station. സോ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം, റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ദ ഫസ്റ്റ് പവർഫുൾ പ്ലെയിൻ മാനിഫെസ്റ്റോ, നമുക്കറിയാം നമ്മൾ ട്രെയിനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻ ഇത്ര നിമിഷത്തിൻ്റെ ഉള്ളിൽ ഇന്ന പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരും. ഓക്കെ, നമ്മൾ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ള മാനിഫെസ്റ്റോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ദ ബ്ലാക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പിസ്റ്റൺസ് വിച്ച് മീൻസ് ദ സ്റ്റീൽ ബോഡി ഓഫ് ദ ട്രെയിൻ, ആ ട്രെയിനിനെയാണ് അവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. ഈ
എഴുത്ത് കാണിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിൻ അറൈവ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ട്രാക്കിലൂടെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ എത്തിച്ചേരാണ്. വിത്തൗട്ട് മോർ ഫാസ്, ഒരു ഹറിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ തിടുക്കം ഇതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണം, പതുക്കെ ആ ട്രെയിൻ ഇങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ ബോർഡിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, ഇന്ന ട്രെയിൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ ട്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കാം. ഓക്കെ, പേര് പറയാത്തതുകൊണ്ട് ആ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ഇങ്ങനെ എത്തിച്ചേരാണ്. എക്സ്പ്രസ് എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്താണ്, വിച്ച് മീൻസ് എ ട്രെയിൻ. ഓക്കെ, വിത്തൗട്ട് മോർ ഫാസ്, എന്താണ്, ഹറിയൊന്നുമില്ലാതെ ബറിയൊന്നുമില്ലാതെ മൂപ്പർ ഇങ്ങനെ കടന്നു വരികയാണ്. ബട്ട് ഗ്ലൈഡിങ് ലൈക്ക് എ ക്വീൻ. Here we can see that the poet is comparing the train with a lady, or which we can see the use of simile. എന്താണ്, ലൈക്ക് എന്നുള്ള സെന്റൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ക്വീനുമായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തായിട്ട് കമ്പയർ ചെയ്യാം, മോഡേൺ വേൾഡിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ വസ്തുവായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനമായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വീൻ എന്നൊക്കെ അതിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത്രയും ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയ ഒരു സാധനമായിരിക്കാം ട്രെയിൻ. അപ്പോൾ അതിനായ ഇമ്പാക്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വീനുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇൻ എ വേ അതർ സെൻസ് വി ക്യാൻ, നമുക്ക് എന്ത് പറയാം, ക്വീനാണ്, ആരുടെ മുന്നിലും തല ഉനിക്കാതെ നമ്മളാണ് അതിനെ കാണുമ്പോൾ നിർത്തുന്നതൊക്കെ. അപ്പൊ ട്രെയിനെ കാണുമ്പോൾ എന്താണ്, നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അങ്ങനെയുള്ള മീനിങ് ഫുൾ സെന്റൻസ് ഒക്കെ ഫോം ചെയ്യാൻ പറ്റും. ക്വീന് നമ്മളെ മുന്നിൽ ഒരിക്കലും തല ഉനിക്കില്ല, നമ്മളാണ് അതിന്റെ തല മുന്നിൽ കുനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യാണ്, ആരെയും ഭയക്കാതെ അല്ലെങ്കിൽ ആരുടെ മുന്നിലും തല ഉനിക്കാതെ ഗ്ലൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ്, പറന്നു വരുന്ന പോലെ എന്ത് ചെയ്യാണ്, പതുക്കെ പതുക്കെ നമ്മളുടെ ട്രെയിൻ ഇങ്ങനെ കടന്നു വരികയാണ്. ഓക്കെ, ആൻഡ് ഷീ ലീവ്സ് ദ സ്റ്റേഷൻ. ഷീ മീൻസ് ട്രെയിൻ. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ക്വാളിറ്റീസ് അട്രിബ്യൂട്ട് ചെയ്യാണ് ആർക്ക്, നമ്മളുടെ ട്രെയിൻ. ഓക്കെ, without bowing and with restrained unconcern, she passes the houses which humbly crowd outside. ആരുടെ മുന്നിലും തല കുനിക്കാതെ, ബോയിങ് മീൻസ് തല കുനിക്കാതെ, and without restrained unconcern, she passes the houses which humbly crowd outside. ആരുടെ മുന്നിലും തല കുനിക്കാതെ, ആരെയും മൈൻഡ് ചെയ്യാതെ സ്വന്തം ജോലി നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ, ക്രൗഡഡ് ആയിട്ടുള്ള ആളുകൾ തിങ്ങി പറക്കുന്ന ഏരിയകളിലൂടെ, അവരുടെ വീടിന്റെ മുന്നിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, ഈ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ എന്തുണ്ട്, ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്, വീടുകളും നിറച്ച് നിൽക്കുന്നുണ്ട്. The gas works and at last the heavy page of death printed by gravestones in the cemetery, which means നമ്മൾ ഗ്യാസ് വർക്ക് എന്നുള്ളത് ഉദ്ദേശിച്ച് ഗ്യാസ് സ്റ്റേഷൻസ് ആണ്. ഓക്കെ, ഈ ഗ്യാസ് സ്റ്റേഷൻസിന്റെ മുന്നിലെ കൂടെയും സെമിറ്റേരിയുടെ മുന്നിൽ കൂടെയും ആളുകളുടെ മരിച്ച ആളുകളുടെ പേരുകൾ എൻഗ്രേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഗ്രേവ് യാർഡുകൾ ഉണ്ടാവുമല്ലോ, മീൻസ് നമ്മൾ എഴുതി വെക്കില്ല, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് മരിച്ചു, പേരെന്താണെന്നൊക്കെ നമ്മൾ ഗ്രേവ് യാർഡിൽ അവരുടെ ഗ്രേവിന്റെ മുന്നിൽ കൊത്തി വെക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ മുന്നിൽ കൂടെയും ഗ്യാസ് സ്റ്റേഷന്റെ മുന്നിൽ കൂടെയൊക്കെ എന്ത് ചെയ്യാണ്, ഈ ട്രെയിൻ മുന്നോട്ട് ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, സെമിട്രിയുടെയും ഗ്യാസ് സ്റ്റേഷന്റെയും ഒക്കെ മുന്നിൽ കൂടെ. Beyond the town there lies the open country where gathering speed she acquires mystery. ഇപ്പം എന്ത് ചെയ്യണം, ഇനി ഇതുവരെ അങ്ങനെ ഇടതൂർന്ന സ്ഥലത്തിലൂടെ അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകളൊക്കെ തിങ്ങി പാർക്കുന്ന വീടുകളൊക്കെ കൂടുതലുള്ള സ്ഥലത്തിലൂടെയാണ് ട്രെയിൻ സഞ്ചരിച്ചിരുന്നത്. വിച്ച് മീൻസ് ഇപ്പൊ സഞ്ചരിച്ചിരുന്നത് കുറച്ച് സ്ലോ ആയിട്ടായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ സിറ്റിയിലും ടൗണിലൊക്കെ എത്തുമ്പോൾ കുറച്ച് നമ്മൾ ട്രെയിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒബ്വിയസ്ലി സ്ലോ ആവാറുണ്ട്. ഇതുവരെ ടൗൺസ് ഉണ്ടായിരുന്നു, സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാണ്, ഓപ്പൺ വേൾഡിലേക്ക്, തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കയറാനായിട്ട് പോവാണ് നമ്മളുടെ ട്രെയിൻ, അവ ക്വീൻ. ഓക്കെ, ഗ്യാതറിംഗ് സ്പീഡ് ഷീ അക്വയർസ് മിസ്റ്ററി. ഈ ഓപ്പൺ വേൾഡിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവളുടെ പെഡലിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് തുടങ്ങി. അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് മുന്നോട്ട് കുതിക്കാനായിട്ട് തുടങ്ങി, വിത്ത് മോർ സ്പീഡ്. ഓക്കെ, the luminous self-possession of ships on ocean. ഇതേപോലെ നമ്മൾ കടലുകളിൽ ഇങ്ങനെ ഷിപ്പുകൾ മുന്നോട്ട് കുതിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഷിപ്പിനായിട്ട് കമ്പയർ ചെയ്യാൻ ഇവിടെ നമ്മളുടെ ട്രെയിന് ലുമിനസ് ആയിട്ട്, അത്രയും ബ്രൈറ്റ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മളെ ട്രെയിന് ഈ ട്രാക്കിലൂടെ മുന്നോട്ട് കുതിക്കുകയാണ് ഈ ഓപ്പൺ വേൾഡിൽ. ഓക്കെ, it is now she begins to sing, at first quite low, then loud, and at last with a jazzy madness, the song of a whistle screaming at curves. Now she begins to sing. എന്ത് ചെയ്യാണ്, ഇവിടെ ഹ്യൂമൻ ക്വാളിറ്റീസ് വീണ്ടും അട്രിബ്യൂട്ട് ചെയ്യാണ് നമ്മളുടെ പോയിന്റ്, നമ്മളുടെ ട്രെയിൻ. അപ്പോൾ സിംഗ് ചെയ്യുക എന്നുള്ളത് ഒബ്വിയസ്ലി മനുഷ്യന്മാർക്കുള്ള ഒരു കഴിവാണ് അല്ലേ, പേഴ്സോണിഫിക്കേഷൻ നമുക്കിവിടെ കാണാം. ഇവിടെ ട്രെയിൻ സിംഗ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിസിലിംഗ് സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ട്രെയിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഹോൺ സൗണ്ട്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. It is now she begins to sing, at first quite low, then loud. ആദ്യമൊക്കെ പതുക്കെ ഇങ്ങനെ വിസിലിംഗ് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അവളുടെ വിസിലിന്റെ സൗണ്ടും കൂട്ടാൻ തുടങ്ങി. അതെന്താണ്, ഒരാൾ പാടുന്നതുമായിട്ടാണ് പോയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്.
ആൻഡ് അറ്റ് ലാസ്റ്റ് വിത്ത് ജാസി മാഡ്നസ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഭ്രാന്ത് പിടിച്ച ഒരാൾ പാടുന്ന പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, അത്രയും ഒച്ചത്തിൽ അത്രയും സൗണ്ടോട് കൂടി ട്രെയിന് എന്തുണ്ടാക്കാൻ തുടങ്ങി, ഈ വിസിലിംഗ് സൗണ്ട് ഹോണ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ദ സോങ് ഓഫ് എ വിസിൽ സ്ക്രീമിങ് അറ്റ് കർവ്സ്, അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ വളവുകളൊക്കെ നല്ലപോലെ തിരിയുന്നുണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, അവൾ വിസിലുകൾ മുഴക്കാൻ തുടങ്ങി. അറ്റേ ടൈമിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, കർവ്സ് ഒക്കെ അടിപൊളിയായിട്ട് തിരിയുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വിസിലിംഗ് സൗണ്ടും ഉണ്ടാക്കുന്നുണ്ട്. നമുക്കങ്ങനെ ആലോചിച്ചാൽ മതി, എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അത്ര ദൂരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്, അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ട്രെയിൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്, വളവൊക്കെ കേവിടെ തിരിയുന്നുണ്ട്, ചോളം വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. Or deafening tunnels breaks innumerable bolts, and always light aerial underneath goes the late meter of her wheels. അവൾ എന്ത് ചെയ്യണം, അവൾ ടണൽസിലൂടെയും ബ്രേക്സിലൂടെയും ഈ ബോൾട്ടുകളൊക്കെ കുലുക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, കേർവ് ചെയ്തുകൊണ്ട് അത്രയും വളഞ്ഞ്, നമ്മൾ കേർവിങ് ഷോട്ടൊക്കെ എന്ന് ഫുട്ബോളിൽ പറയാറുണ്ട് ഇല്ലേ. അപ്പോൾ ആ ബ്യൂട്ടീനെ, അവളുടെ ആ യാത്രയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അത്രയും കേർവ് ചെയ്തുകൊണ്ട് ടണലിലൂടെയും അതേപോലെ തന്നെ ബ്രേക്ക് പിടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാണ്, അവളെ യാത്ര ഇങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾവേസ് ലൈറ്റ് ഏരിയൽ അണ്ടർനീത്ത് goes the elite metro of her wheels. Streaming through metal landscape on her lines, she plunges new eras of wild happiness. ഇപ്പം എന്ത് ചെയ്യാണ്, അവളുടെ വീലിൻ്റെ, അവളുടെ ചക്രത്തിൻ്റെ വേഗത എന്ത് ചെയ്യാണ്, അവൾ അത്ര ബ്യൂട്ടിയോടെ കർവ് ചെയ്തുകൊണ്ട് ടണൽസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വേണ്ട സമയത്ത് ബ്രേക്ക് പിടിച്ചും ഇതൊക്കെ എന്ത് ചെയ്യാണ്, ആസ്വദിച്ച് ഇങ്ങനെ സന്ദേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്ട്രീമിങ് ത്രൂ മെറ്റൽ ലാൻഡ്സ്കേപ്പ് ഓൺ ഹർ ലൈൻസ് ഷീ പ്ലഞ്ചസ് ന്യൂ ഇറാസ് ഓഫ് വൈൽഡ് ഹാപ്പിനെസ്. അവളിങ്ങനെ ഈ മെറ്റൽ ബോഡിയിലൂടെ, ആ മെറ്റൽ പാളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഈ സഞ്ചരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാണ്, അവൾ അവളുടേതായ സന്തോഷങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വിച്ച് മീൻസ് അവൾ വേഗതയോടെ കർവുകളും ബ്രേക്കിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. അവൾ എന്ത് ചെയ്യണം, ഇതിൽ സന്തോഷം കണ്ടെത്തി കൊടുക്കുകയാണ്. അവളുടെ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ അവളുടെ യാത്രയിൽ അവൾ എന്ത് ചെയ്യാണ്, സന്തോഷം കണ്ടെത്തി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വൈൽഡ് ഹാപ്പിനെസ് അവൾക്ക് ഈ യാത്രയിൽ, ഈ കുതിപ്പിൽ അവൾക്ക് ലഭിക്കുന്നുണ്ട്. സ്പീഡ് ത്രൂസ് ഓഫ് സ്ട്രേഞ്ച് ഷേപ്സ്, ബ്രോഡ് കർവ്സ് ആൻഡ് പാരലൽസ് ലൈക്ക് ക്ലീൻ ലൈക്ക് ദ സ്റ്റീൽ ഓഫ് ഗൺസ്. അവൾ എന്ത് ചെയ്യാണ്, ഈ വളവുകളിലൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാണ്, നല്ല ഭംഗിയോടെ പല ഷേപ്പുകൾ അവൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവളെ യാത്ര കാണുമ്പോൾ നമുക്ക് എന്താണ്, ചിലപ്പോൾ പാമ്പ് പോലെ തോന്നാം, ചിലപ്പോൾ പല ഷേപ്പുകളായിട്ട് അവളുടെ മൂവ്മെന്റ് നമുക്ക് തോന്നുന്നുണ്ട്. വിച്ച് മീൻസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അത്രയും ഗോർജസ് ആയിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ആ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നത്. ബ്രോഡ് കർവ്സ്, നീണ്ട കിടക്കുന്ന വളവുകളൊക്കെ അവൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, കർവോട് കൂടിയിട്ടാണ് വളയ്ക്കുന്നത്. അപ്പം എന്ത് ചെയ്യാണ്, ഈ വളയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, സ്ട്രേഞ്ച് ഷേപ്പായിട്ട് അതിന്റെ ബോഡിയൊക്കെ മാറുന്നുണ്ട്. ആ ട്രെയിൻ കംപ്ലീറ്റ്ലി ഒരു സ്ട്രേഞ്ച് ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. ആൻഡ് പാരലൽസ് ക്ലീൻ ലൈക്ക് ദ സ്റ്റീൽ ഓഫ് ഗൺസ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാണ്, നമ്മളെ റെയിൽവേ ട്രാക്ക് അവളെ ടയർ ഇങ്ങനെ വരുതുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ആള് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മളെ പിസ്റ്റൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഗണ്ണ്, ഡബിൾ ബാരൽ ഗണ്ണൊക്കെ നമുക്ക് അറിയാലോ, അതിങ്ങനെ തുടയ്ക്കുന്ന പോലെ എന്ത് ചെയ്യണം, അവളുടെ വീൽസ് ഈ ട്രാക്കിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് മുന്നോട്ട്. ഓക്കെ, നമ്മൾ ആ സ്റ്റീലിന്റെ ഗണ്ണ് ഇങ്ങനെ ആലോചിക്കുക, അതിങ്ങനെ നമ്മൾ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെയാണ് എന്താണ് നമ്മളുടെ ട്രെയിനിന്റെ വീൽസ് ഈ ട്രാക്കിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, at last further than Edinburgh or Rome. അവൾ എന്ത് ചെയ്യാണ്, എഡിൻബർഗ് റോം ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ പ്ലേസസ് ആണ്, അറിയാലോ. എന്താണ്, ഈ പ്ലേസസിലൂടെയൊക്കെ അവൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. Beyond the crest of the world she reaches night, where only a large streamlight brightness of phosphorus on the tossing hills is white. അപ്പോൾ എന്ത് ചെയ്യണം, ബിയോണ്ട് ദ ക്രസ്റ്റ് ഓഫ് വേൾഡ്. ക്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഭൂമിയുടെ ക്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ട്രെയിനിന് കൂടുതൽ യാത്ര കൂടുതൽ ബ്യൂട്ടിഫുൾ ആയി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ക്രസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട് നമ്മളുടെ പോയിന്റ്. ബിയോണ്ട് ദ ക്രസ്റ്റ് ഓഫ് ദ വേൾഡ് ഷി റീച്ചസ് നൈറ്റ് വെർ ഓൺലി എ ലോങ് സ്ട്രീം ലൈക്ക് ബ്രൈറ്റ്നസ്. അവൾ എന്ത് ചെയ്യണം, ഈ യാത്രകൾ ഇങ്ങനെ ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഇരുട്ടായിട്ടുണ്ട്, അവൾ രാത്രിയിൽ എത്തിച്ചേരാണ് ഈ യാത്രയിൽ. ഓക്കെ, ഫോസ്ഫറസ് ഓൺ ദ ടോസിങ് ഹിൽസ് ഈസ് വൈറ്റ്. ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കലാണ്, നമുക്കറിയാം. ഈ നൈറ്റ് ടൈമിലൊക്കെ ഫോസ്ഫറസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്പാർക്കിളിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ ലൈറ്റ് ഹിൽസിലൂടെയൊക്കെ ഇങ്ങനെ ഫോസ്ഫറസ് പോലെ ഈ ട്രെയിനിന്റെ ഉള്ളിലൂടെ അല്ല ട്രെയിൻ ഇങ്ങനെ കടന്നു പോവാണ്. ഫോസ്ഫറസ് അല്ലെങ്കിൽ നമുക്ക് ആ ട്രെയിനിന്റെ മുന്നിൽ ആ ലൈറ്റിനെ ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ലൈക്ക് കോമറ്റ് ത്രൂ ഫ്ലെയിം. എന്താണ് കോമറ്റ് മീൻസ് നമ്മളെ വാൽ നക്ഷത്രം, ധൂമകേതു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു കോമറ്റ് പോകുന്ന പോലെ ഈ ട്രാക്കിലൂടെ രാത്രിയിൽ ചെറിയൊരു ഫോസ്ഫറസ് പോലെയുള്ള ലൈറ്റും കത്തിച്ചിട്ട് നമ്മൾ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഷീ മൂവ്സ് എൻട്രാൻസ് റാപ്ഡ് ഇൻ ഹർ മ്യൂസിക്, നോ ബേർഡ് സോങ് ഓർ നോ ബോ ബ്രേക്കിംഗ് വിത്ത് ഹണി ബേർഡ്സ് ഷാൾ എവർ ഈക്വൽ. അവൾ എന്ത് ചെയ്യണം,
ഒരു വാൽനക്ഷത്രം പോകുന്ന പോലെ ഈ ട്രാക്കിലൂടെ ഇങ്ങനെ മുന്നോട്ട് പാട്ടും പാടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടാൻ മീൻസ് അവൾ ആ ഹോണിങ് സൗണ്ട് അല്ലെങ്കിൽ അവൾ ആ വിസിലിംഗ് സൗണ്ട് ഇങ്ങനെ മുഴക്കിക്കൊണ്ട് സ്പീഡിൽ കേവ്സിലൊക്കെ അടിപൊളിയായി വളച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നല്ല ബ്യൂട്ടിഫുൾ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ ആ ലൈറ്റും കത്തിച്ച് എന്ത് ചെയ്യണം, ഈ ട്രാക്കിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് പറയുന്നുണ്ട്, നോ ബേർഡ് സോങ് നോ ബോ ബ്രേക്കിംഗ് വിത്ത് ഹണി ബട്ട് ഷാൽ നെവർ ഈക്വൽ. അവളുടെ ആ സൗണ്ടിനോട് ഒരു പക്ഷിക്ക് ഒരു മൃഗങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒപ്പം എത്താനായിട്ട് പറ്റില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവൾ മൂവ് ചെയ്യുന്നത്. ഒരു പക്ഷിക്ക് ഒരു ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതുപോലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ നിലനിൽക്കാനോ കഴിയില്ല. അപ്പോൾ എന്താണ് ഹ്യൂമൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പോയിട്ട് ചെയ്തിട്ടുള്ള ഒരു പോയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഞാൻ പറഞ്ഞു 20th സെഞ്ച്വറിയിൽ ആളുകൾക്ക് പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ സ്റ്റീഫൻ സ്പൈൻസർ ഇത്തരത്തിലുള്ളൊരു പോയം ഇറക്കി വിടുന്നത്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് പോയിട്ട് ഇതിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളെ മോഡേൺ ഇൻഡസ്ട്രിയൽ വേൾഡിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് പോയിട്ട് ഈ പോയം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സമ്മറിക്കൽ നോട്ട്, ഒരു സമ്മറി ഉള്ള നോട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.